ഇതിന്റെ പൊന്നെ മറ്റേതില്ലേ, ഞാൻ കണ്ടൂല്ലേ അന്ന് തന്നെ 1 മില്യൺ, അന്ന് രാത്രി 1 മില്യൺ അടിച്ചു. പക്ഷെ ആൾക്കാർ ചോദിക്കുകയാണേ, നിങ്ങൾക്കൊക്കെ നാണമില്ലേ അവരെയൊക്കെ കളിയാക്കാൻ? സത്യം പറഞ്ഞ പ്രേക്ഷകർ ഒരു നല്ല സമയം ഉണ്ടോ ഞാൻ പറയട്ടെ. നമ്മുടെ കാളൻ എന്ന് പറഞ്ഞാൽ കായും ചേനയാണ് മെയിൻ സാധനം. അതെ, നല്ല കട്ടിയായിട്ടിരിക്കുന്ന, ഒട്ടും വെള്ളം അധികം ഇല്ലാതെ കുറുകിയിരിക്കുന്ന ഒരു ഇതാണ് നമ്മുടെ കാളൻ പരുവം. ഈ ആഘോഷങ്ങളിലും ബീന ചേച്ചി ഒഴിച്ചുവിടാൻ പറ്റാത്ത സാന്നിധ്യമാണ്. കൈരളി സിനിമയിൽ വലിയേട്ടൻ വരുന്ന പോലെയാ, ഓണത്തിന് ബീന ചേച്ചി ഇല്ലെങ്കിൽ അത് പൂർണ്ണമാവില്ല എന്ന് പറയുന്ന പോലെയാണ് ബീന ചേച്ചിയുടെ കാളൻ എങ്ങനെയാണെന്നുള്ളത് നോക്കുന്നത്. സത്യത്തില് എന്നെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കാൻ നിർത്തിയിട്ടുള്ളത്. ഈ ലാലേട്ടൻ പറഞ്ഞ പോലെ ഞാൻ കുക്ക് ചെയ്യുന്നത് ഇൻഗ്രീഡിയൻസ് വെച്ചല്ല, അതിൽ ലവ് അല്ലെ, സ്നേഹം കൂടിയും അത് ഇട്ടിട്ടാണ് എന്ന് പറഞ്ഞു. ഇതിൽ ചിലപ്പോൾ ടേസ്റ്റ് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവുമായിരിക്കാം. ഇതിൽ നമ്മൾ കുറച്ചുകൂടി സ്നേഹം വാരി വിതറുന്നു. മനു പറയും ലക്ഷങ്ങൾ തരാന്ന് പറഞ്ഞ ഒരു പ്രോജക്ട് വിളിച്ചാലും നമുക്ക് അങ്ങനെ. ലാലേട്ടൻ നമുക്ക് വിളിക്കാണ്, ബീന തന്നെ ഈ വേഷം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അന്നാ ഞാൻ പോകും. മനു ഒന്നും വിചാരിക്കരുത്, കടകിലേക്ക് ഒന്നും കടുക് നമ്മൾ താളിക്കുമ്പോ അതിലോടരുത്, നേരത്തെ ഒന്നിളക്കണ്ട. അതെ, നമുക്ക് പറഞ്ഞ ഇളക്കല്ലേ. ഞാൻ വലിയ കാര്യത്തില് ഇൻഗ്രീഡിയൻസ് ഒക്കെ പഠിച്ചിട്ട് അറിയാതുള്ള മനസ്സിലായി. ഈ കടുക് നമ്മൾ എടുക്കുമ്പോ കടുക് കയ്യിൽ നിന്ന് നിലത്ത് പോയി കഴിഞ്ഞാൽ കുടുംബത്ത് വഴക്കുണ്ടാവുന്ന ശരിയാണോ? അതിലെന്തെങ്കിലും സത്യം ഉണ്ടോന്ന് ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല. ചിലപ്പോ നമ്മ ഇന്നും വഴക്കായതുകൊണ്ട്. നമ്മുടെ കാളനായില്ലേ നോക്കും. ഓ സെറ്റ്, ഞാൻ ഇത്ര കഴിവിരിക്കുന്നത് പ്രതീക്ഷിച്ചില്ല. മിൽമ കേർഡ് വിഷസ് യു എ ഹാപ്പി ഓണം. ജിഞ്ചർ മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നൽകുകയാണ്. അപ്പൊ എന്തായാലും ഓണം നമുക്ക് എന്നെന്നും ഓർത്ത് വെക്കാൻ കുറേയേറെ കാര്യങ്ങളുണ്ട് അല്ലെ. പക്ഷെ എത്രയൊക്കെ ഓണം വന്നാലും ആഘോഷങ്ങൾ വന്നാൽ പോലും നമുക്ക് സംതൃപ്തി നൽകുന്നത് വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ കഴിക്കുമ്പോൾ തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ വ്യത്യസ്തമായ വിഭവങ്ങളിലൂടെയൊക്കെ ഓണക്കാലം നമ്മൾ ഓർത്ത് വെക്കാറുണ്ട്. അത്തരത്തിൽ ഇപ്രാവശ്യം കുറച്ചൊരു ഓണം സ്പെഷ്യൽ ഷോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. പക്ഷേ അത് കുറേ കൂടി കളറാക്കാൻ അല്ലെ ഒരാൾ കൂടെ ഇല്ലാതെ എങ്ങനെയാണ് അത് പൂർണ്ണമാവുക? പക്ഷെ അത്തരത്തിൽ ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് മുമ്പിലും നമുക്കൊപ്പം ചേരാൻ പോകുന്നത്. സ്വാഗതം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ബീന ചേച്ചി. നമസ്കാരം. ഈശ്വര, എന്തൊക്കെയാന്ന് പറഞ്ഞൊപ്പിച്ചത്, എനിക്ക് വയ്യ. പക്ഷെ ഒരു കാര്യം പറയാം, ഈ ഇങ്ങനത്തെ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് എന്നെ വിളിച്ചതില് ഒരുപാട് നന്ദി. ഈ ഭക്ഷണത്തിൽ മാത്രമല്ല, ഈ ആഘോഷങ്ങളിലും ബീന ചേച്ചി ഒഴിച്ചുവിടാൻ പറ്റാത്ത സാന്നിധ്യമാണ്. കൈരളി സിനിമയിൽ വലിയേട്ടൻ വരുന്ന പോലെയാ, ഓണത്തിന് ബീന ചേച്ചി ഇല്ലെങ്കിൽ അത് പൂർണ്ണമാവില്ല എന്ന് പറയുന്ന പോലെയാണ്. കാണുമ്പോ തന്നെ ശ്രദ്ധ ഇങ്ങോട്ടാണ് അല്ലെ, മെയിൻ സംഭവം ഓണത്തിന്റെ. കാളനില്ലാതെ എന്താ ആഘോഷം? പിടി കിട്ടിയില്ലേ? ഞാൻ വന്നപ്പോ എന്ത് ഐറ്റായിരിക്കും ഇൻഗ്രീഡിയൻസ് കണ്ടിട്ട് എന്ത് ഐറ്റായിരിക്കും ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു. ഒന്നും പറയട്ടെ, ഇത് കാണുമ്പോ ഈ ചരിച്ചത് മുറിക്കണേ കാണുമ്പോ തന്നെ കാളൻ അറിയാം. ഈ അരപ്പ്, ഈ സാധനങ്ങള് കാളൻ. നമ്മളൊരു പക്ഷെ ഇപ്പൊ കുറെ കാലമായിട്ടുള്ള ഓണക്കാലം, പ്രത്യേകിച്ച് തിരക്കുള്ള വ്യക്തിയാകുമ്പോഴും ഈ സദ്യ ഓർഡർ ചെയ്ത് കഴിക്കാന്നുള്ള ഒരു ശീലത്തിലേക്ക് മാറിയിട്ടുണ്ട്. സത്യം ഞാൻ പറയാലോ, ഞങ്ങളുടെ വീട്ടിലിപ്പോ മനുവിന്റെ വീട്ടില് കുറച്ച് നാളുകളായിട്ട് ഞങ്ങള് ഓണം എന്താണ് വരുത്തുകയാണ്. നല്ല സദ്യ കിട്ടും. അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാഡി പറയുന്നത്, മനുവിന്റെ ഡാഡി പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 365 ദിവസത്തിൽ 340 ദിവസവും സ്ത്രീകള് അടുക്കളയിലാണ് അല്ലെ. എനിക്കൊന്നും അടുക്കള വിട്ടൊരു ലോകമില്ല. എന്റെ വീട്ടില് സെർവന്റ് ഇല്ല, കുക്കിംഗ് ഫുൾ ഞാനാണ്. ഒരാളും പറഞ്ഞ് വിശ്വസിക്കാറില്ല. ഷൂട്ടിന് പോകുമ്പോ മാത്രമാണ് മനു പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും. മനുവിന് അങ്ങനെ കുക്കിംഗ് അത്ര അറിയില്ല. ബാക്കിയൊന്നും വല്ല ദോശ ഉണ്ടാക്കി ഓംലെറ്റ് അതൊക്കെ കണ്ട് തീരും. ഒരു പരിപ്പ് ഉണ്ടാക്കാൻ അറിയാം, ഇത്രയൊക്കെ. പക്ഷെ അതിലൊക്കെ ബാക്കി എല്ലാവരും ഓർഡർ ചെയ്യും. പക്ഷെ ഞാൻ വീട്ടിൽ വന്ന് കയറിയ രാവിലെ അങ്ങോട്ട് തുടങ്ങിയ കുക്കിംഗ് എന്റെ ജോലികള്, ബിസിനസ്, മറ്റത് മറിച്ചത് ഒന്നും പറയണ്ട. എന്തായാലും നമ്മൾ പറഞ്ഞു ഓണത്തിന് സദ്യ ഇല്ലാതെ പൂർണ്ണമാവില്ല എന്നുള്ളത്. എന്തായാലും എല്ലാത്തരം ആഘോഷങ്ങളുടെ ഭാഗത്തിലും ബീനച്ചി കുറച്ചുകൂടി കളർ ആക്കാറുണ്ട്. അപ്പൊ എനിക്കൊന്ന് കുറച്ചുകൂടി കളർഫുൾ ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട, എല്ലാവർക്കും കളറിന് ഇഷ്ടപ്പെടാത്ത ആരുണ്ടാവില്ല എന്ന് തോന്നുന്നു അല്ലെ. എല്ലാവർക്കും ഇഷ്ടമാണ്. അതിന് പൊതുവേ തന്നെ നല്ല ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നല്ല കുക്കാണ് ബീന ചേച്ചി എന്നുള്ളത് പൊതുവെ എല്ലാവർക്കും മലയാളികൾക്ക് അറിയാവുന്ന കാര്യം കൂടിയാണ്. ബീന ചേച്ചിയുടെ കാളൻ എങ്ങനെയാണെന്നുള്ളത് നോക്കുന്നത്. സത്യത്തില് എന്നെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കാൻ നിർത്തിയിട്ടുള്ളത്. പക്ഷെ ബീന ചേച്ചി ഉള്ളത് കൊണ്ട് ഞാൻ വല്ലേ വേണ്ട, നന്നായി ഞങ്ങൾ എടുക്കും. ചേർന്നങ്ങട് യെസ്. അപ്പൊ എന്തായാലും അല്ലെ, ഇപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ എന്തെങ്കിലും ഡിഷ് ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ശരിക്കും കാളൻ ഓരോ നാട്ടിലും അല്ലെ ഓരോ രീതിയിലാണ്. അതെ, അത് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ഇവിടത്തെ ഇപ്പൊ നമ്മൾ എറണാകുളമാണല്ലോ, കൊച്ചി. നമ്മുടെ കാളൻ എന്ന് പറഞ്ഞാല് കായും ചേനയാണ് മെയിൻ സാധനം. അതൊന്ന് കുറച്ച് കുറി അതെ, നല്ല കട്ടിയായിട്ടിരിക്കുന്ന, ഒട്ടും വെള്ളം അധികം ഇല്ലാതെ കുറുകിയിരിക്കുന്ന ഒരു ഇതാണ് നമ്മുടെ കാളൻ പരുവം. നല്ല മഞ്ഞ കളറിൽ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു, എനിക്ക് തോന്നുന്നു കാളൻ ഉണ്ടാക്കുന്നത് അല്ലെ ഒരു 3 സ്റ്റെപ്പ് ആയിട്ടാണ് നമുക്ക് തുടങ്ങേണ്ടത്. അപ്പൊ എന്തായാലും ആദ്യം നമുക്ക് വേവിക്കാം അല്ലെ.
എന്തൊക്കെ വേവിക്കാം? നമുക്ക് ചേനയും കായും കൂടി അതിൻ്റെ കൂടെ പച്ചമുളകും ഇത്തിരി ഇഞ്ചി ഇത്തിരി വേപ്പിലയും വെളുത്തുള്ളിയും കൂടി ഇട്ട് നമുക്ക് ആദ്യം അതിനെ നന്നായിട്ട് തുടങ്ങാം. ഐശ്വര്യമായിട്ട് കത്തിക്കാം അല്ലേ? ഞാൻ കൈക്കാരിയായിട്ട് ഇവിടെ നിൽക്കും. അതെ, മേൽക്കോയ മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഐശ്വര്യമായിട്ട് കത്തിച്ചില്ലേ? അപ്പൊ നമ്മള് വെള്ളം ഒഴിക്കാം അല്ലേ? ആ, ഒഴിച്ചോ. നമ്മൾ കഴുകി ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ചേനയും കായും ആണേ. ഒരു കൈ കൊണ്ടൊക്കെ വാരിയിട്ടാളൊരു അത് നമ്മൾ ഇനി അങ്ങോട്ട് വരും, ഞാൻ ഇപ്പൊ ആദ്യമായിട്ട് സ്റ്റൈലായിട്ടൊക്കെ ഭയങ്കര അല്ല, പക്ഷെ നമ്മള് കൈയൊക്കെ നല്ല ക്ലീൻ ആക്കി നമ്മൾ എപ്പോഴും കുക്കിങ്ങിന് വരുമ്പല്ലേ നമുക്ക് അങ്ങനെ എടുത്തിടാനുള്ള ഒരു ത്വര വരും. അതെ അതെ അതെ. അപ്പൊ ഈ കുക്കിങ്ങിന് ആൾക്കാർ കാണുമ്പോൾ എപ്പോഴും പറയും, ശരിക്കും പറഞ്ഞ ആളുകൾ ഇപ്പൊ ഈ മറ്റേ കയ്യില് ഗ്ലൗസ് ഒക്കെ ഇട്ടാ ചെയ്യാം. എനിക്ക് പക്ഷെ പറ്റൂല കേട്ടോ. എനിക്കത് നമുക്കൊരു കോൺഫിഡൻസ് കുറവ് വരും. നമ്മുടെ ആ കയ്യില് അതെ അതെ, ആ കൈ കൊണ്ട് തന്നെ എടുത്തൊക്കെ ഇട്ടാലേ എനിക്കൊരു സമാധാനമാവുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഗ്ലൗസ് പറ്റത്തേയില്ല. നമുക്കിനി കുറച്ച് ഇതൊക്കെ എടുത്തിടാം. കുറച്ച് ഇഞ്ചി ഇതാ, നമ്മള് ഇഞ്ചി കുറച്ചിട്ടു. ഒരു അരിഞ്ഞ പച്ചമുളക് മതി, ഇത്രയല്ലേ ഉള്ളൂ. അത്രയും പച്ചമുളക്, എരിവധികം വേണ്ട. വെളുത്തുള്ളിയുടെ കുത്ത് അധികം വേണ്ട. നമ്മളൊരു 2 വെളുത്തുള്ളി, ഒരു 2-3 കടുക് തളിക്കുമ്പോഴാണ് ശരിക്കും നമ്മളിപ്പോ ചില സ്ഥലങ്ങളിലില്ലേ, നമ്മളിപ്പോ ഇതിൽ അരച്ചു വെച്ചിരിക്കുന്ന ഇതുണ്ട്, എന്നാലും നമ്മളൊരു പൊടിക്ക് അല്ലേ മഞ്ഞപ്പൊടിയും ഇത് ഇട്ടങ്ങോട്ട് നമ്മൾ തിളപ്പിക്കുമ്പോ സാധാരണ മഞ്ഞപ്പൊടി ഇട്ട് ചെയ്യാറുണ്ട്. പക്ഷെ കടുക് തളിക്കുന്നതിലായിരിക്കും കൂടുതലും വേപ്പിലും അതൊക്കെ ഉണ്ടാവും. അതെ അതെ അതെ, ഒരു പൊടിക്ക് മുളക് പൊടി കേട്ടോ, ഒരു ഇതിന് വേണ്ടി പേരിന് മാത്രത്തിന് വേണ്ടി. അങ്ങനെ നമ്മുടെ ആദ്യ ഘട്ടം തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇത്തിരി ഉപ്പും കൂടി ഇട്ടേക്കാം. അതെ, ആ ചേനയിലൊക്കെ ഇത്തിരി ഉപ്പ് പിടിച്ചോട്ടെ അല്ലേ, പാകത്തിന്. ഓക്കെ. പൊതുവെ ഈ പുരുഷന്മാര് അടുക്കളയിൽ കയറാറില്ല എന്നുള്ള അഭിപ്രായത്തോണ്ട് എന്താ അഭിപ്രായം? ഞാൻ ഒരു സത്യം പറയട്ടെ, ശരിക്കും പറഞ്ഞാല് നമ്മളുടെ ഇപ്പോഴത്തെ പണ്ടത്തെ അല്ലേ പറയട്ടെ, ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ സ്ത്രീയും പുരുഷനും ഒരേപോലെ ജോലി എടുക്കുന്നവരാണ്. ഇപ്പൊ എന്റെ വീട്, ഞാനും മനും ഒരേ ജോലി ചെയ്യണം. ഏത്, ഞങ്ങൾ രണ്ടുപേരും അഭിനയിക്കുന്നു, ഞങ്ങൾ രണ്ടുപേരും ഡബ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് വന്നാൽ മനു ഫ്രീ. ആലോചിച്ച് നോക്കണം. ഞാൻ എന്റെ ഈ ജോലികളെല്ലാം കഴിഞ്ഞ് നേരെ വന്ന് വെളുപ്പിനെ മോനെ വിടണം, അടുക്കളയിലേക്ക് കയറുകയാണ്. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ആയി, അപ്പൊ തന്നെ ലഞ്ചിന്റെ കാര്യങ്ങൾ തുടങ്ങും. ഇതെല്ലാം പണി കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഉച്ചക്കത്തെ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്ത് തന്നെ എൻ്റെ എനിക്ക് ബിസിനസ് ഉണ്ട്. അതിന്റെ കാര്യങ്ങള്, അതിന്റെ പ്രൊഡക്റ്റ് എടുക്കല്, അതിന്റെ സോർട്ട് ഔട്ട് ചെയ്യല്, എടുക്കല്, അതിന്റെ ടെൻഷൻസ് അത് നടക്കണം. അതിന്റെ ഇടയിൽ അത് കഴിഞ്ഞിട്ട് ഈവനിങ് പരിപാടികൾ, അതിന്റെ ഇടയ്ക്ക് വീട്ടിലുള്ള അലക്കല്, പിടിക്കല്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്. അത് കഴിഞ്ഞ ഇടയിലായിരിക്കും എന്റെ ഈ ഫങ്ഷൻസ്, ഉദ്ഘാടനങ്ങള്, പിന്നെ എന്റെ അതിൽ ഇൻസ്റ്റാഗ്രാമിന്റെ റീൽസ് എടുക്കാൻ പോണം, അതിന്റെ ഷൂട്ട് എടുക്കാൻ പോണം, പിന്നെ നമ്മുടെ ഫാമിലി ഫംഗ്ഷൻസ് ഉണ്ടാവും അതിന്റെ ഇടയ്ക്ക്, നാട്ടുകാരുടെ പറഞ്ഞാലുണ്ടല്ലോ. നമ്മൾ ഇത്ര ചാവുമ്പോ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ മനു ഇപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു കുറച്ച് നാളുകളായിട്ട്, ഒരു 5-6 മാസമായിട്ട് മനു എനിക്ക് ഫുൾ ഇത് അടുക്കളയിലുള്ള, ഞാൻ കുക്ക് ചെയ്താൽ മതി, പാത്രങ്ങൾ മനു ക്ലീൻ ചെയ്ത് തരും, അരിഞ്ഞു തരും. എന്തൊരു സമാധാനമുണ്ട്. മറ്റേത് ഇതെല്ലാം ഇവര് ഇതൊക്കെ എന്തെങ്കിലും വാങ്ങിക്കാൻ പറഞ്ഞാൽ മേടിച്ചു തന്നാ പിന്നെ ഇവര് മേളിലേക്ക് പോയിട്ട് ചോദിക്കലില്ല. അത് എപ്പോഴെങ്കിലും വരും. ഞാൻ പിന്നെ കറക്റ്റ് എനിക്ക് 1:30 കഴിക്കണം. ഉള്ളിയൊക്കെ 3 മണിക്കോ 2 മണിക്കൊക്കെ ആ ചോദിക്കലൊന്നുമില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നിട്ട് വല്ല അതെങ്ങനെയുണ്ട് ഇതെങ്ങനെയുണ്ട് കുറെ സജഷൻസ്, കാര്യങ്ങള്, തമാശകള്, വളിച്ച തമാശകള് തീർക്കല്. പക്ഷെ ഇതിലൊന്നും നമുക്കൊരു രസം ഉണ്ടാവില്ല. ഇപ്പൊ ഉണ്ടല്ലോ ഭയങ്കര സ്നേഹം തോന്നുന്നു ഹസ്ബൻഡിനോട്. എന്താ കാര്യം പറയുമ്പോ ഇന്ന് നല്ല സഹായിക്കും. ശരിക്കും അവര് നമ്മളെ ഹെൽപ്പ് ചെയ്യണം. ചിലപ്പോ അമ്മമാരോ അല്ലെങ്കിൽ ഭാര്യമാരോ പറയുന്ന കാര്യമുണ്ട്, ഒന്നും ചെയ്തു വരണ്ട, പക്ഷെ ഒന്ന് അടുത്തുണ്ടായാൽ മതി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും അതൊന്നും എടുത്ത് തന്നിടാ, അതൊന്നും അല്ലെങ്കിൽ ഞങ്ങളും എടുത്ത് നീ നമ്മള് അത് നടി എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ. ഈ ലാലേട്ടൻ പറഞ്ഞ പോലെ ഞാൻ കുക്ക് ചെയ്യുന്നത് ഇൻഗ്രീഡിയൻസ് വെച്ചല്ല, അതിൽ ലവ് അല്ലെ സ്നേഹം കൂടിയും അത് ഇട്ടിട്ടാണ് പറഞ്ഞു. ഇത് വേവ് നോക്കട്ടെ കേട്ടോ. പക്ഷെ എനിക്കൊന്ന് ചേന കായക്കം തുടങ്ങി. ഒരു പൊടിക്കും കൂടി വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം നമുക്ക് ശരിക്കും ഞങ്ങൾ ഇത് എങ്ങനെയെന്ന് അറിയാമോ, കുക്കറിൽ ഒരു ഒറ്റ അടി അങ്ങനെ അടിക്കും ഇത് വെച്ചിട്ട്. അപ്പൊ പെട്ടെന്ന് പണി കഴിയാനാണ്. നമ്മൾ ഇങ്ങനെ നേരിട്ട് വെക്കുമ്പോ ഇത്തിരി സമയം പിടിക്കും എടുക്കാനായിട്ട്. ഈ മറ്റേതാകുമ്പില്ലേ പിന്നെ മറ്റേതാകുമ്പോ ഒറ്റ അടിയിൽ കഴിഞ്ഞ് നേരെ കഴിഞ്ഞ് കൂട്ട് കഴിഞ്ഞ് നമുക്ക് സമയം ലാഭിക്കാം. മനസ്സിലായില്ലേ? ഇതിന് ചിലപ്പോ ടേസ്റ്റ് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവുമായിരിക്കാം. അതെ 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 അതെ. ശരിക്കും ബീൻ ചേച്ചിക്ക് സദ്യയിലെ ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാ? ശരിക്കും ഏറ്റവും ഇഷ്ടം അവിയൽ തന്നെ. ഉണ്ടാക്കാനാണെങ്കിലോ
ഉണ്ടാക്കാൻ അവിയലും ഇഷ്ടമാണ്. സ്റ്റൂ ഇഷ്ടമാണ്. സ്റ്റൂ ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് സ്റ്റൂ ഇല്ലേ, അത് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും മനുവിനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവിയൽ നല്ല ഇഷ്ടമാണ് എനിക്ക്. അത് നല്ലതും കൂടി ആയിരിക്കണം കേട്ടോ. ചില അവിയലൊക്കെ എനിക്ക് താങ്ങാൻ പറ്റില്ല. കഴിക്കുമ്പോൾ ഞാൻ പറയും അയ്യോ വേണ്ട. പിന്നെ വെളുത്തുള്ളി ഇട്ടാൽ ഞങ്ങൾ കഴിക്കില്ല. വെളുത്തുള്ളി ഞങ്ങൾ അവിയലിൽ ഇടില്ല. ഇടുവോ നിങ്ങളുടെ അവിടെ? ചെറുതായിട്ട് ഞങ്ങൾ ഇടില്ല. ആ ചൊവ വന്നാൽ നമുക്ക് അവിയൽ പിടിക്കുകയില്ല. അവിയലിന് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഞങ്ങൾക്ക് വരാൻ പാടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ചില കുറച്ചും കൂടി നമുക്ക് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാനൊന്ന് കുത്തി നോക്കട്ടെ. കായ വെന്തു. പിന്നെ ആരോടാ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അത് കുഴപ്പമില്ല. ഇപ്പൊ ഇത് വെന്തിട്ടുണ്ട്. ഇപ്പൊ ഇനി ഇതായി കഴിയുമ്പോഴില്ലേ നമുക്കിനി വേറെ പണിയൊന്നുമില്ല. ഈ സംഭവം ഇട്ട് ലാസ്റ്റ് കടുക് താളിച്ച് തൈരും ഇട്ട് കഴിഞ്ഞ് കടുക് താളിച്ച. പക്ഷെ ആക്ച്വലി ഇനി അടുത്ത ഘട്ടത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പണി കുറച്ചുകൂടി എളുപ്പമാക്കി വെച്ചിട്ടുണ്ട്. അരച്ചു വെച്ചു. നമ്മൾ സാധാരണ രീതിയിൽ അതിൽ തേങ്ങ, ജീരകം, കുറച്ച് മഞ്ഞപ്പൊടി. അപ്പൊ നമ്മള് ഇതിലേക്ക് ഇത് തട്ടുകയാണ്. നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ കുറുകിയ ഒരു പരുവത്തിലോട്ട് ആയിട്ടുണ്ട് അല്ലേ. നമുക്ക് ആ പാകത്തിന് കുറച്ച് പുളി വേണ്ടേ, അതിന്റെ തൈരും കൂടി അതിന്റെ അകത്തേക്ക്. തീർച്ചയായിട്ടും ഇന്നത്തെ നമ്മുടെ കാളനെ കുറച്ചുകൂടി സ്പെഷ്യൽ ആക്കുന്ന ടൈം ഇതാണ്. കാരണം എപ്പോഴും നമുക്കറിയാം മലയാളികൾക്ക് ഓണം പൂർണ്ണമാണെങ്കിൽ മിൽമയുടെ വിഭവം ഇല്ലാതെ മലയാളിക്ക് ഓണമില്ലാന്ന് പറഞ്ഞാണല്ലോ. ഒരു ദിവസം പോലും പോവില്ല. ഒരു പക്ഷെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നെയ്യാണ്. ദോശയിൽ തുടങ്ങും, അങ്ങോട്ട് ചോറിലും വേണം, ദോശയിലും വേണം. അതെ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കാളനെ കുറച്ചുകൂടി സ്പെഷ്യൽ ആക്കുന്നത് മിൽമ തൈരിലൂടെയാണ്. നമുക്കറിയാം കാളന്റെ പൂർണ്ണത്തിലേക്ക് എത്തുന്നതും അതിന്റെ ഒരു ആ കുറുക്ക് രൂപത്തിൽ ടേസ്റ്റിലാക്കുന്നതും ശരിക്കും മിൽമ തൈരിലൂടെയാണ്. ആ തൈര് തന്നെ മിൽമയ്ക്ക് 3 തരമുണ്ട് അല്ലെ, പുളിയില്ലാത്തതും പുളിയുള്ളതും. പക്ഷെ നമുക്ക് കുറച്ചുകൂടി അധികം പുളിയില്ലാത്തതുകൊണ്ട് അതിന്റെ തന്നെ ഒരു സ്ലിം വേർഷൻ ഉണ്ട് ശരിക്കും. അപ്പൊ അത്തരത്തിൽ നമ്മുടെ മിൽമ നമുക്ക് അധികം പുളി വേണ്ട, എന്നാൽ കുറച്ചൊക്കെ പുളി ആവാം എന്ന് നമുക്കിഷ്ടമുള്ള നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ് മിൽമ തൈര് മലയാളികൾക്ക് വേണ്ടിയിട്ടതാ ഈ ഒരു സ്ലിം വേർഷൻ ഇറക്കിയിട്ടുള്ളത്. നീല പാക്കിൽ നമുക്ക് വാങ്ങിട്ടും. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മള് ആവശ്യത്തിന് തൈര് ഇതിന്റെ പാകമായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അതാണ് ഞാൻ പെട്ടെന്ന് ഒഴിക്കട്ടെ. പിന്നെ ഇപ്പൊ തന്നെ നമുക്ക് കിട്ടുന്ന കാളന്റെ ഒരു രൂപത്തിലേക്കല്ലേ ഭംഗിയുള്ള ഒരു കാളനായി. നല്ല സ്മെല്ലും വരുന്നുണ്ടോ? ആ കാളന്റേതായിട്ടുള്ള സ്മെല്ലും വന്നു. അപ്പൊ ഇനി സ്മെല്ല് നിങ്ങൾക്ക് കിട്ടാൻ നിർവാഹമില്ല, പക്ഷെ ഞങ്ങൾക്ക് ആ സ്മെല്ല് നല്ലപോലെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഉപ്പും പുളിയൊക്കെ ഓക്കെ നോക്കിക്കോ. പൊടിക്കും കൂടി വേണമെങ്കിൽ ഓഹന്റെ ഒരു ഇതുപോലെ വേണമെങ്കിൽ പൊടിക്ക് പുളിയും കൂടെ വേണമെങ്കിൽ അല്ലേ, ഒരു ഇത്തിരി എന്നിട്ട് ഒരു ഉപ്പും കൂടി ഇട്ട് പുളി ഒത്തിരി കൂടി നിന്നാല് നന്നായിരിക്കും തോന്നണം. ഇപ്പൊ കാളനൊക്കെ എത്ര പെട്ടെന്ന് കഴിഞ്ഞല്ലേ. ആ ഒരു വേവാനുള്ള സമയം അരച്ചു വെച്ചാ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇതിപ്പോ നമ്മള് ഇങ്ങനെ ചെയ്തോണ്ട് കുക്കറിലാണ് വേവിച്ചെടുത്തെങ്കിൽ സംഭവം കഴിഞ്ഞു. പക്ഷെ അങ്ങനെ സമയം എടുത്തോണ്ട് കുറച്ച് പേര് വിശേഷം അറിയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അതത്രേ ഉള്ളൂ. നമ്മൾ സംസാരിക്കാനുള്ളതുണ്ട്. ഒരു ഇപ്പൊ ഓക്കെയാണ് കേട്ടോ. ആ പുളിയൊക്കെ വന്നു ആയിട്ടുണ്ട്. ഇനി നമ്മള് ഒന്ന് ജസ്റ്റ് പറ്റിയ നമുക്ക് ഇതിനെ മാറ്റിയിട്ട് നമുക്ക് കടുക് കളിച്ചാല് കടുക് താളിക്കാൻ വേണ്ടിട്ട് ആക്കി മാറ്റാം. അങ്ങനെ ചൂടായുള്ള വെളിച്ചെണ്ണയ്ക്ക് നമ്മള് പെട്ടെന്നാവോ ഇത്. ഒരു സെക്കൻഡ് ഒന്നും ചെയ്യണ്ട, കടുകിൽ തൊടാൻ പാടില്ല. കടുകിലേക്ക് ഒന്നും ചെയ്യാൻ പാടില്ല. കടുക് നമ്മൾ താളിക്കുമ്പോ അതിൽ തൊടരുത്. നേരത്തെ ഒന്ന് ഇളക്കണ്ട. അതെ, നമുക്ക് പറഞ്ഞ ഇളക്കല്ലേ. അതെ, അതിൽ നമുക്ക് ഒന്നും തൊടണ്ട, തന്നെ നടന്ന് പൊട്ടിക്കോളും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് ഇട്ടാൽ മാത്രം. വലിയ കാര്യത്തില് കുക്കറാണ് മനസ്സിലായി. അല്ല, ഇളക്കേണ്ട ആവശ്യമില്ല, അത് തൊടേണ്ട ആവശ്യമില്ല. തന്നെ കിടന്ന് പുതിയ ഈ ഒരു സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് വെച്ചോളൂ. കണ്ടോ, ആവശ്യത്തിന് വേപ്പില ഇട്ടു കേട്ടോ. നമ്മൾ അധികം ഇങ്ങനെ കരിയാതിരിക്കാനേ ഇങ്ങനെ ഒന്ന് പൊക്കി ഇതിന്റെ ഒരു ഇതിങ്ങനെയാ, ഇങ്ങനെ അധികം നിന്നത് അതിന്റെ ഒരു കരിഞ്ഞിട്ടും വെളിച്ചെണ്ണ ഇത്തിരി മതി നമുക്ക്. ഇത് പൊട്ടാനുള്ളതും അതും മതി. ഈ കടുക് നമ്മൾ എടുക്കുമ്പോ കടുക് കയ്യിൽ നിന്ന് നിലത്ത് പോയി കഴിഞ്ഞാൽ കുടുംബത്ത് വഴക്കുണ്ടാവുന്ന ശരിയാണോ? ശരിയാണ്. കുറെ നാൾ കേൾക്കുന്ന ഒരു സംഭവം, കടുക് നിലത്ത് വീണാൽ കുടുംബത്ത് വഴക്കുണ്ടാവും. സത്യം ഉണ്ടോന്ന് ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല. ചിലപ്പോ എന്നും മഴക്കായതുകൊണ്ട് കടുക് വീണോട്ടാണ് എനിക്കറിയാം. എന്നും അത് സംഭവിക്കുന്നത്. സെക്കൻഡ് നമുക്കത് മാറ്റി വെച്ചാൽ നമുക്ക് അതിനകത്തേക്ക് ഇടാം.
അങ്ങനെ നമ്മുടെ കടുക് ദാ. താളിച്ച് നമ്മൾ അതിലോട്ട് ആക്കുകയാണ്. അത് ഇളക്കല്ലേ, ഒരു സെക്കൻഡ്. അതിന്റെ ഒരു കടുക് താളിച്ച് ഇങ്ങനെ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കണതാണ് അതിന്റെ. ഞാൻ വീട്ടിലെ അമ്മമാര് മാത്രം ഇങ്ങനെയുള്ളത്, എവിടെ പോയാലും ഇങ്ങനത്തെ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ നിന്ന് ഇളക്കല്ലേ തൊടല്ലേ നീട് മാറുന്നതെന്ന് പറയുന്നത് അതേ സീൻ തന്നെയാണ് എവിടെ മാറ്റമില്ല കാര്യത്തില്. അത് എന്റെ മനു വന്നാലും ഇത് എന്തെങ്കിലും എടുത്തോ ഒറ്റ ഇളക്കലാണോ, ഞാൻ പറയും എന്തിനാ അങ്ങനെ നമ്മളെന്തെങ്കിലും ചെയ്യണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സത്യം. അപ്പൊ സെറ്റായോ? പിന്നെ സെറ്റായോ ഒന്നോ അച്ചേട്ടനെ പോലെ തന്നെ പറയാൻ തിരികെ നമ്മുടെ കാളനായില്ലേ നോക്ക്. ഓ സെറ്റ്. ഞാൻ ഇത്ര കഴിവ് എനിക്കുണ്ടെന്ന് പ്രതീക്ഷയില്ല. ഞാനിത് കണ്ടിട്ട് അല്ല എങ്ങനെ ഇരിക്കും ബീന ചേച്ചി കുക്ക് ചെയ്യണ വീഡിയോ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ട്രിം ചെയ്തിട്ട് ഞാൻ അമ്മയ്ക്ക് അയച്ചു കൊടുക്കും. അല്ല അറിയാം, പക്ഷെ അവനും അറിയായിരുന്നു കാര്യങ്ങള്. പിന്നെ കട കിട്ടപ്പില്ലുള്ള ഈ ഒരു ഇളക്കല് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെടാം. നമ്മൾ എന്തിനും ഇളക്കി സംയോജനപ്പെടുത്തണം എന്നുള്ള ഒരു ചിന്തയുണ്ട്. ആ ഇളക്കലാണ് ഇളക്കിയത്, പക്ഷെ ആ ഇളക്കൽ ഇവിടെ വേണ്ട. യെസ്. അപ്പോ കാണുമ്പോ തന്നെ ചില കറികൾ നമുക്ക് കാണുമ്പോ തന്നെ കഴിക്കാൻ തോന്നുന്നു, ഭംഗിയോട് കൂടിയിട്ട് വിളമ്പാന്ന് പറയുന്നത്. ഇതിപ്പോ ശരിക്കും പറഞ്ഞ ഒരു ചെറിയൊരു ഇതിലേക്ക് അങ്ങോട്ട് വിളമ്പി വെച്ചിട്ട് ആ കറക്റ്റ് കിടക്കുമ്പോ എന്തൊരു ഭംഗി അത് കാണാൻ അല്ലെ. പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു അല്ലെ ഒരു ഇതിലോട്ട് മാറ്റാം. എന്തായാലും എപ്പോഴും ഓണം പറയുമ്പോൾ ചേച്ചി ഞാൻ സംബന്ധിച്ചിടത്തോളം 2 ടൈപ്പ് ഓണം ഉണ്ടാവും അല്ലെ. ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ തിരക്കുള്ള ലൈഫിന് മുമ്പുള്ള ഒരു ഓണം ഉണ്ടാവും അല്ലെ. ഇപ്പൊ കുറേയും നമ്മൾ ഇഷ്ടപ്പെട്ട നമ്മൾക്ക് പ്രിയപ്പെട്ട താരങ്ങളുടെ ഒപ്പമുള്ള ഓണം ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ അത് കുറെ പേര് ചേച്ചിയോടൊപ്പം ആഘോഷിക്കാന്നുള്ള രീതിയിലേക്ക് അത് മാറി. അങ്ങനെയല്ല, പണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുന്നേ എന്ന് വെച്ചാൽ നമ്മളൊരു ക്രിസ്ത്യൻ ഫാമിലിയുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഓണത്തിന്റെ അന്ന് വീട്ടിലുണ്ടാവണം എന്നൊരു വലിയ നിർബന്ധം അന്നുണ്ടായില്ല. ഞാനും അമ്മയും കൂടെ ചിലപ്പോ ലൊക്കേഷനിൽ പലപ്പോഴും ആയിട്ടുണ്ട്. ക്രിസ്മസിനും ഉണ്ടായിട്ടില്ല. ക്രിസ്മസിനും ഓണം അത് അത്ര തിരക്കുള്ള ഒരു കാലമായിരുന്നു. പക്ഷെ കല്യാണത്തിന് ശേഷം വളരെ നിർബന്ധപൂർവ്വം മനു പറഞ്ഞു എന്ത് ഈ ആഘോഷങ്ങൾ വന്നാലും അന്നത്തെ ദിവസം നമ്മൾ ഒരു തരത്തിലും വെളിയിൽ പോകാൻ പാടില്ല. നമ്മുടെ കുടുംബത്തോടെ ഒന്നിനും പോവില്ല. കാരണം മനു പറയും ലക്ഷങ്ങൾ തരാന്ന് പറഞ്ഞ ഒരു പ്രോജക്ട് വിളിച്ചാലും നമുക്ക് അങ്ങനെ ലാലേട്ടൻ മമ്മൂക്ക് വിളിക്കാണ് ബീന തന്നെ ഈ വേഷം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അന്നാ ഞാൻ പോകും. മനു ഒന്നും വിചാരിക്കരുത്. മമ്മൂട്ടി കമ്പനി തന്നെ വിളിച്ചിട്ട് പറയണം മമ്മൂക്കയുടെ അവിടെ നിന്ന് അന്ന് ഓണത്തിന്റെ അന്നാന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും നോക്കൂല, ഒറ്റ പോകായിരിക്കും. അപ്പൊ കുറച്ച് നേരത്തേക്ക് നമ്മൾ ആ ഒരു രീതിയിലേക്ക് മാക്സിമം ഞാൻ പറയാലോ ആ ഫാമിലിയുടെ ഒപ്പം നിൽക്കാനായിട്ട് ഇതുവരെ ശ്രമിച്ചിട്ടുണ്ട്. അത് അതിന് മുന്നേ ഒക്കെ തന്നെ എല്ലാ ഷൂട്ടുകളും കാര്യങ്ങളൊക്കെ അങ്ങ് തീരും. പിന്നെ ഇപ്പൊ സീരിയലിന്റെ ആണെങ്കിലും ഞാൻ നേരത്തെ പറയും മോനേടാ എന്നെ ഒന്ന് 2 ദിവസം മുന്നേ ഫ്രീ ആക്കി കേട്ടോ എന്ന് പറയും. അപ്പൊ എനിക്ക് എപ്പോഴും തരാം. അതിനൊന്നും ആരും അഡമന്റ് ആയിട്ട് ക്രിസ്മസിനാണെങ്കിലും ഓണം, വിഷു, ഈസ്റ്റർ എല്ലാത്തിനും എനിക്ക് തരാറുണ്ട്. അപ്പൊ നമുക്കിത് മെല്ലെ ഇതിലോട്ട് ആദ്യം കുറച്ച് ഉള്ളിലത്തെ ഇട്ടിട്ട് പിന്നെ അതിന്റെ പുറത്ത് നമുക്ക് മറ്റേ ഇത് ഇടാം, അതിന്റെ ഡെക്കറേഷൻസ് ഇടാം. ഇപ്പോഴല്ലേ അതിന്റെ ഒരു ഭംഗി കിട്ടുക. സ്മെല്ല് ഭയങ്കരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ കാളൻ. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ മിൽമ തൈര് ഉപയോഗിച്ച് നമ്മുടെ സ്പെഷ്യൽ ബീന ചേച്ചിയുടെ കാളൻ, ബീന ചേച്ചി ഞാൻ പഠിപ്പിച്ച് പറഞ്ഞു കൊടുത്ത് ഉണ്ടാക്കിപ്പിച്ച നമ്മുടെ കാളൻ. പക്ഷെ അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു യെല്ലോയിഷ് ടോണിലൊക്കെ ശരിക്കും നമ്മളെ 3D പോലെ ആ ഓയിലിന്റെ വെളിച്ചെണ്ണ അതൊക്കെ അങ്ങനെ കിടക്കണം എന്നുള്ളതാണ്. യെസ്, ഈ കാള നമുക്ക് ഇഷ്ടമുള്ള വിഭവം പറഞ്ഞു. നമ്മള് നോർമലി എല്ലാവരും ഇഷ്ടമുള്ള വിഭവം എന്ന് ചോദിക്കാറുള്ളത്. നേരെ തിരിച്ച് ഞാൻ ചോദിക്കുക, സദ്യയില് കണ്ടാൽ മാറ്റി വെക്കണായിട്ട് ഏതാ ചേച്ചി? പച്ചടി കിച്ചടിയാണ് വലിയ താല്പര്യമില്ല. പൊതുവെ എന്താ വെജ് നോൺ ഏതാ താല്പര്യം? രണ്ടും ഇഷ്ടമാണ്, ഒരേപോലെ ഇഷ്ടപ്പെടും. കാരണം അത് മനു ശീലിപ്പിച്ചു കളഞ്ഞു. ഇത് നോൺ വെജ് മാത്രമല്ല, എന്നും മെഴുക്ക് പുരട്ടി വേണം വീട്ടില്. ഒഴിച്ചു കൂട്ടാനും മെഴുക്ക് പുരട്ടി ഇല്ലാതെ ഒരു ദിവസം മനസ്സ് സമ്മതിക്കില്ല. അപ്പൊ അതുകൊണ്ട് രണ്ടും ഞങ്ങൾ ഇഷ്ടപ്പെടും. മോന് ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ ജമ്മിലൊക്കെ പോയി ഭയങ്കര സംഭവമൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പൊ ഒരു 3 മാസമായിട്ട് ഞാൻ അനങ്ങിയിട്ടില്ല കേട്ടോ. എനിക്ക് അതിന്റെ ഇടയ്ക്ക് ഇത്തിരി പനിയൊക്കെ വന്നു. പിന്നെ അതോടുകൂടി കുറച്ച് ദിവസം അങ്ങോട്ട് പിന്നെ തിരക്ക് ഒരു ദിവസം പോയിട്ട് എന്താണ്. അപ്പൊ അങ്ങനെ കുറച്ച് ഇപ്പൊ ഈ ഓണത്തിരക്ക് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ എന്തായാലും ഈ ഓണം കഴിഞ്ഞാൽ പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം നിങ്ങള് താരസംഘടനയ്ക്ക്
ശരിക്കും ഓണം അമ്മോണായത് ഇപ്രാവശ്യമാണ് അല്ലെ? ഒരു അമ്മ അങ്ങനെയൊന്നും വന്നിരിക്കുന്നു പറയണ്ട, അല്ലെ? അങ്ങനെയൊന്നും പറയണ്ട. കാരണം അമ്മ എപ്പോഴും അമ്മ തന്നെയായിരുന്നു. ആണ്. നമ്മുടെ ചാനലുകാർ അവരൊക്കെയാണ് എപ്പോഴും AMM എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. തന്നെയാണോ പറയാറ്? അല്ലടാ, സോഷ്യൽ മീഡിയ അതെ, മൊത്തം പറയാം. അതെ. അപ്പൊ അവരായിരുന്നു ഞങ്ങളെ AMM എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അപ്പൊ അമ്മയ്ക്കൊരു അമ്മ വന്നിട്ടുണ്ട്, അത് അങ്ങനെ നോക്കി അത് കാണുന്നു. അത് സത്യം. അതൊരു നമ്മൾ ശരിക്കും പറഞ്ഞ എല്ലാവരും വളരെ എന്താ പറയാ, നമ്മൾ പ്രതീക്ഷിക്കുകയാണ്, ഇനി നമ്മൾ നോക്കിക്കാണുകയാണ് വളരെ എന്താണ് ഇഷ്ടത്തോടെ അത്ഭുതത്തോടെ എങ്ങനെയായിരിക്കും ഇവര് ഇനി സ്ത്രീകള് നമ്മളെ അമ്മ എങ്ങനെ ഭരിക്കുന്നത്. ലാലേട്ടൻ മമ്മൂക്ക അടങ്ങുന്ന ഒരു വലിയ ഒരു അറിയാലോ, ആ വലിയ താര രാജാക്കന്മാരൊക്കെ അവിടെ നിൽക്കുകയാണ് അല്ലെ. അവരെയാണ് അവര് കൊടുങ്ങുന്ന ഒരു നമ്മുടെ ഒരു സംഘടനയാണ് ശ്വേതാ മേനോൻ, കുക്കു, അങ്ങനെയുള്ള കുറെ ആൾക്കാർ കൂടി നമ്മുടെ നേതൃത്വം. അപ്പൊ അതൊരു ഭയങ്കര നമുക്കൊക്കെ ഒരു ഭയങ്കര എന്താ പറയാ, എങ്ങനെയെന്ന് കാണാൻ ഞങ്ങളൊക്കെ വളരെ കൗതുകപൂർവ്വം സന്തോഷപൂർവ്വം നോക്കി കാണാം. ബിഗ് ബോസ് കാണാൻ സമയം കിട്ടാറുണ്ടോ? ഇടയ്ക്ക് പിന്നെ ലാലേട്ടൻ വരുന്ന ദിവസം നമ്മൾ സൺഡേ ഉണ്ടെങ്കിലേ കാണാൻ പറ്റുള്ളൂ. അത് കാണും. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ 24 ഒന്നും ഞാൻ ഒരിക്കലും കാണാറില്ല. ഞാൻ ആ സൺഡേ സാറ്റർഡേ പിന്നെ ബാക്കിയൊക്കെ ഞാൻ ചോദിക്കും കാണുന്നവരോടൊക്കെ. മനു ഒക്കെ ഇടയ്ക്കും ഇടയ്ക്കൊക്കെ നോക്കണ ആളാണ്, റിവ്യൂസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കും അതെന്തായിരുന്നു അങ്ങനെ സംഭവിച്ചു, ഇതെന്തായിരുന്നു, അവരിപ്പൊ എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ ചോദിച്ചു. പക്ഷെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് തോന്നിയതാരായിരുന്നു? എനിക്ക് പറഞ്ഞ എന്നെ ചീത്ത വിളിക്കുമെന്നോ. ആരായിരിക്കും? എനിക്ക് അനീഷിനും ഷാനവാസിനും ആണല്ലേ? ഷാനവാസ് പിന്നെ ഓൾറെഡി സഹപ്രവർത്തനമായിട്ട് ഉണ്ടായിട്ടുണ്ടോ? പിന്നെ നമ്മൾ എന്തോരം നമ്മൾ ഷോയൊക്കെ വരുമ്പോഴും ഞങ്ങൾ ഭയങ്കര ഷാനവാസിനും ഇഷ്ടമാണ്, എനിക്ക് അനീഷിനും ഇഷ്ടമാണ്. എനിക്ക് ചില നേരം അത് കാണുമ്പോ എന്നിട്ട് അനീഷിന്റെയും രേണുവിന്റെയും ഒരു റീല് ഞാനും അനുകൂടി ഇപ്പൊ ചെയ്തു. എന്റെ പൊന്നെ മറ്റേതില്ലേ, ഞാൻ കണ്ടുല്ലേ അന്ന് തന്നെ 1 മില്യൺ, അന്ന് രാത്രി 1 മില്യൺ അടിച്ചു ഞങ്ങളുടെ ആ റീല്. പക്ഷെ ആൾക്കാർ ചോദിക്കുകയാണേ, നിങ്ങൾക്കൊക്കെ നാണമില്ലേ അവരെയൊക്കെ കളിയാക്കാൻ? സത്യം പറഞ്ഞ പ്രേക്ഷകർ ഒരു നല്ല സമയമുണ്ടോ ഞാൻ പറയട്ടെ, ഞാൻ ഒരിക്കലും ഞാനോ മനോ കളിയാക്കിയതല്ല. ഞാൻ സത്യമായിട്ട് പറയാം, ഇഷ്ടം കൊണ്ട് ഞാൻ ചെയ്തതാണ്. ഞാൻ പറഞ്ഞു മനുവിൻ്റെ അടുത്ത് കുറെ, മനു നമുക്ക് വെറുതെ ചെയ്താലോ. അപ്പൊ ഞാനും മനുവും കൂടെ, എന്റെ മോൻ പറഞ്ഞു അത് ചെയ്യട്ടെ, ഇതിന്റെ ആ സമയം കഴിഞ്ഞാൽ പിന്നെ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ച് അവരോട് ഇഷ്ടം കൊണ്ട് ചെയ്തതാണ്. എനിക്ക് അനീഷിനെയും ഇഷ്ടമാണ്, രേണുവിനെയും ഇഷ്ടമാണ്, നമ്മുടെ അനുമോളുണ്ട്, നമ്മൾ ഇഷ്ടപ്പെട്ട ദൂരം ആൾക്കാരുണ്ട്. അവരവിടെ നിൽക്കുമ്പോൾ അവരുടെ വ്യക്തിത്വം അവരെ നമ്മൾ ആ റിയൽ അത്രയുള്ള ആ ഒരു ഫൺ എലമെന്റിൽ നമ്മൾ ചെല്ലാണ്ട് ഒരിക്കലും അവരെ കളിയാക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ആ ഒരു പാവം പെണ്ണിന് ഇങ്ങനെ കളിയാക്ക, കൊറേ നാളായിട്ട് അങ്ങനെ ചെയ്യാറില്ല. അപ്പൊ ഇത് കണ്ടപ്പോ വെറുതെ മനു കറക്റ്റ് അനീഷിനെ ഇമിറ്റേറ്റ് ചെയ്തു. ഞാൻ രേണു വരുമ്പോ ഞാൻ രേണുവിന്റെ അടുത്ത് പറയും, രേണു നിങ്ങളുടെ ഇഷ്ടം കൊണ്ടാണ് ചെയ്യണത്, അല്ലാണ്ട് ഇതൊരിക്കലും നല്ല രസമല്ലേ. അപ്പൊ അതുകൊണ്ട് ചെയ്താണ് കേട്ടോ, അല്ലാണ്ട് ഒരിക്കലും അവരെ കളിയാക്കാനോ, ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഇപ്രാവശ്യത്തെ അല്ലെ ഓണം സ്പെഷ്യൽ കാളനിലൂടെ തന്നെ അല്ലെ കുറെ നേരമായിട്ട് പിടിച്ചോക്കട്ടെ. അതെ, ഞാനും ഞങ്ങളുടെ കാളനും അതെ ഞങ്ങളുടെ കാളനും ഞങ്ങളും ഇപ്രാവശ്യത്തെ ഓണത്തിന് ഞങ്ങൾ റെഡി കാളനുമായിട്ട്. അപ്പൊ എന്തായാലും ഇപ്രാവശ്യത്തെ അല്ലെ കുറേയേറെ വിഭവങ്ങളുള്ള മിൽമയുടെ മിൽമ തൈര് കൊണ്ടുള്ള സ്പെഷ്യൽ കാളനിലൂടെ തന്നെ അല്ലെ ജിഞ്ചർ മീഡിയയുടെ ചേച്ചിയുടെ സ്പെഷ്യൽ ഓണത്തിലായിരുന്നു നമ്മൾ ഇത്ര നേരം. യെസ്, നന്ദിയുണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും, എല്ലാ പ്രേക്ഷകർക്കും അല്ലെ നമ്മളെ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും നല്ലൊരു ഓണമാവട്ടെ, ഏറ്റവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എല്ലാം ഉള്ള സമാധാനപൂർവമായ ഒരു ഓണം ആവട്ടെ എന്ന് ഞങ്ങള് ആത്മാർത്ഥമായിട്ട് ജിഞ്ചർ മീഡിയ ആശംസിക്കുന്നു. അപ്പൊ നമ്മൾ എന്തായാലും അതിൽ നിന്ന് എടുത്ത് നോക്കിയുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എടുത്ത് കഴിക്കാം. പിന്നെന്താ, എന്നിട്ടുണ്ടോ പുളിയെല്ലാം പാകം കഴിഞ്ഞ് പ്രത്യേകിച്ച് എക്സ്പ്രഷൻ വരുന്നില്ല, കഴിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് എക്സ്പ്രഷൻ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ കാളൻ പൊളിച്ചു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല സൂപ്പർ കാളനാണ്. അതെ, യെസ്. അങ്ങനെ ഈ കാണുന്ന പോലെ ഓരോ ഐറ്റത്തിലൂടെ ആയിരിക്കും മിൽമ നമ്മുടെ ഒക്കെ അല്ലെ അടുക്കളയിലും ആഘോഷങ്ങളുടെ ഒക്കെ ഭാഗമാവാറുള്ളത്. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ കാളനിലെ മിൽമ തൈരിലൂടെയായിരുന്നു. അപ്പൊ എന്തായാലും അല്ലെ മിൽമയില്ലാതെ ഒരു ഓണമില്ല, ആഘോഷമില്ല. അപ്പൊ നമ്മുടെ ഓണം നമ്മുടെ മിൽമ, അത്രയല്ലേ ഉള്ളൂ. യെസ്.